ദ മർച്ചന്റ്സ് അസോസിയേഷൻ ചേർത്തല എന്ന പേര് ഉപയോഗിക്കരുതെന്ന മുൻസിഫ് കോടതി വിധി ചേർത്തല സബ് കോടതി സ്റ്റേ ചെയ്തു. അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനയെ തകർക്കാനുള്ള ഗൂഢശ്രമം പരാജയപ്പെട്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദ മർച്ചന്റ്സ് അസോസിയേഷൻ ചേർത്തല എന്ന പേര് ഉപയോഗിക്കരുതെന്ന മുൻസിഫ് കോടതിയുടെ വിധി ചേർത്തല സബ് കോടതി സ്റ്റേ ചെയ്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അരനൂറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനയെ തകർക്കാനുള്ള ഗൂഢശ്രമം പരാജയപ്പെട്ടതായി അവർ കൂട്ടിച്ചേർത്തു. ഇനി ദ ചേർത്തല മർച്ചന്റ്സ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അവർ പറഞ്ഞു. ഈ സംഘടനയുടെ പ്രവർത്തനം നടക്കുന്ന കാലയളവിൽ ഇതിൻ്റെ ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഭരണസമിതിയുടെ പാർട്ടായിട്ട് നിന്ന ചില ആളുകൾ ഈ സംഘടനയിലെ ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ കാണിച്ച ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് ചേർത്തല മുനിസിപ്പൽ കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും തെറ്റായ കുറേ കാരണങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി ഒരു വിധി സമ്പാദിച്ചു. അതിനകത്ത് പറയുന്നത് സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു പരാമർശം അതില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് ദ മർച്ചൻ്റ് അസോസിയേഷൻ ചേർത്തല എന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നൊരു വിധിയാണതിൽ. ഞങ്ങളുടെ കയ്യിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് 71 55 വർഷത്തിന് മുമ്പ് ദ മർച്ചന്റ്സ് അസോസിയേഷൻ ചേർത്തല S45/71. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വൗച്ചർ, റെസീപ്റ്റുകൾ, ലെഡ്ജർ, ക്യാഷ് ബുക്ക്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ 55 വർഷമായിട്ട് പ്രവർത്തിച്ച് പാരമ്പര്യത്തോടുകൂടി ഭംഗിയായിട്ട് പോകുന്ന ഒരു സംഘടനയെ തകർക്കാൻ ചില കുബുദ്ധികൾ കാണിച്ച ഒരു ചെറിയ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. വിധിക്കെതിരെ സബ് കോടതിയിൽ നൽകിയ അപ്പീലിൽ സ്റ്റേ ലഭിച്ചതിൽ സംഘടനയ്ക്ക് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KV സാബുലാൽ, വൈസ് പ്രസിഡന്റ് നിക്കോളാസ് സാവിയോ ജോസ്, ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത, ജോയിന്റ് സെക്രട്ടറി ഷാജിമോൻ, ട്രഷറർ ജേക്കബ് ചെറിയാൻ എന്നിവർ പങ്കെടുത്തു.